വെളുപ്പിനെ 4 മണി വരെ ഈ വീട്ടിലെ ഊഴവേല മൊത്തവും ഞാൻ തന്നെ ചെയ്യണോ ചേച്ചി? ഫോൺ വൈബ്രേറ്റ് ചെയ്യണം. നീ ഇവിടെ എത്തിയാ? പൂന്നൂലൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ? അയ്യോ ക്യാരി വാ, വാച്ചറൊന്നുമില്ല. ഹിമവൽ സാമി ശരണം, ഹേമാന്ത സുന്ദര ശരണം. എന്തരടാ മൂക്കപ്പൊടിയാ? ഇതാണ് സിദ്ധമുദ്ര. ചീത്ത മുദ്ര വേണ്ട, നല്ല മുദ്ര മതി. ചാച്ചി, മൂപ്പിനാന് കണ്ണൊന്നും കണ്ടുകൂടല്ല. ചേച്ചിന്ന് വിളിക്കാടാ. ഇല്ലാത്ത യക്ഷിക്കഥ പറഞ്ഞാണ് ഞാൻ നിന്നെ ഇവിടെ വരുത്തിച്ചത്. നമ്മളെ പ്ലാൻ വല്ലതും നടക്കോ? നീങ്ങി വന്നാണ്. രണ്ടിന്റെയിലും പൂത്ത പൈസയാണ്. പൂത്തി വെച്ചിക്കാണ് ചാമം കൊണ്ടുപോവാൻ. എന്തായാലും ഈ വീട്ടിലെ നിധി മൊത്തം നമുക്ക് കണ്ടെടുക്കണം. ആ നിധി എവിടെ ഇരിക്കണ്? എടാ, അതിനാണ് നിന്നെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചത്. നമുക്ക് തൂത്ത് വാരണം. തൂത്തു വരാനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന? യക്ഷി ആവാഹിക്കണ സമയത്ത് നീ നൈസായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയണം. എങ്കിൽ ഞങ്ങൾ തുടങ്ങട്ടാ? തുടങ്ങണ്ട, ഞാൻ പറഞ്ഞിട്ട് നീ തുടങ്ങിയാ മതി. അതുവരെ ആ മൂപ്പിലാന്റെ കണ്ണിപ്പെടാതെ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഞാൻ ഇരുന്നു. ഓ ശരി. തന്ത്രികേ, അയ്യോ ദാ തപ്പി തടഞ്ഞു പറഞ്ഞ തന്ത്രി. മുന്തിരി. ഇതാടാ ക്രിസ്മസ് അപ്പൂപ്പനാ. ഇതെവിടെയോ ശബ്ദം കേട്ടല്ലോ. ചന്ദ്രിക, എന്തോ? എന്താ വിളിച്ചിട്ട് വിളി കേൾക്കാത്തത്? ഞാൻ ഇവിടെ വന്ന രംഗത്തെങ്ങനെ അറിഞ്ഞി? എനിക്ക് മൂന്നാമതൊരു കണ്ണുകൂടി ഉണ്ട്. അതെവിടെ ഇരിക്കണേ? അകക്കണ്ണ്. നിന്റെ ചെറുവിരൽ അനങ്ങിയാൽ ഞാൻ അറിയും. എവിടെയായിരുന്നു ഇത്രയും നേരം? അയ്യാ, ഞാൻ ദാ ഈ മലക്കറി വാങ്ങിക്കാൻ പോയി. മലക്കറി അല്ല, പച്ചക്കറി. ഈ ചുമന്ന് തുടുത്തിരിക്കണ തക്കാളിക്ക് ഞാൻ പച്ചക്കറി എന്ന് പറയാം. വൃശ്ചികമായി ഉത്തരായനം തുടങ്ങി. തുടങ്ങി. എന്താ? അയ്യോ തുടങ്ങീന്ന്. എന്തായി ഉത്തരായനം? ചോദ്യം ചോദിക്കുമ്പോ ഉത്തരായനം. 1 2 3 4. ഇന്ന് ഉച്ചക്ക് എന്താ ഊണിന് കറി? അത് മറ്റേ തേങ്ങ ചിരണ്ടിട്ട് നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് അരച്ച് ഉരുട്ടിയെടുക്കുമല്ലേ? ചമ്മന്തി. ആരി തന്നെ. വേറെന്തുണ്ട്? വേറെ മറ്റേ പാല് പുളിപ്പിച്ചിട്ട് നമ്മള് ഇങ്ങനെ കലക്കി മോര്. പാല് കുളിച്ചാൽ തൈരാവും, സ്വാഭാവികം. അത് നീ ഉണ്ടാക്കുന്നതല്ലോ, സ്വയം ഉണ്ടാകുന്നതല്ലേ. വേറെന്തുണ്ട്? വേറെ മാങ്ങ എരിഞ്ഞിട്ട് കുറച്ച് കായപ്പൊടി, മുളക്, അച്ചാർ. അരി തന്നെ. അപ്പോ കൂടുതൽ ഡെക്കറേഷൻ വേണ്ട. ഇന്നും ചമ്മന്തിയും ചോറും. വന്നപ്പോ 90 കിലോ ഉണ്ടായിരുന്ന ഞാനാണ്. ഇപ്പം വേറെ 70 കിലോ. എന്റെ 25 കിലോ എവിടെ പോയി? അങ്ങത്തെ എനിക്കെങ്ങനെ അറിയാം നിന്റെ 25 കിലോ എവിടെ പോയെന്ന്? ഇവിടുത്തെ വാച്ചറ കൂടെ ഓടിപ്പോയി കാണും. കൊള്ള ഇറച്ചി, മുട്ട, മീനും ഒന്നും ഇവിടെ കയറ്റൂല. ഈ ഇറച്ചി മുട്ടയൊക്കെ തിന്നോ ചന്ദ്രി? കൊള്ളാം. ചന്ദ്രിയുടെ പേര് കേട്ടാലേ ഈ നാട്ടിലെ കോടികളെല്ലാം ഉയരും കൊണ്ട് ഓടി തള്ളും. അതൊന്നും വേണ്ട. ജീവൻ കിടക്കാൻ വേണ്ടി എന്തെങ്കിലും മതി. അയ്യോ, അവൻ ഇരിക്കാനാണ് കസാര കൊടുത്ത്. അവൻ കയറി കിടക്കും. ആരെ? ആ ജീവൻ. ഞാൻ എന്റെ ജീവന്റെ കാര്യമാ പറഞ്ഞത്. എന്തു പറ്റി അങ്ങത്തെ? മുട്ടുവേദന. ഡോക്ടർ പറഞ്ഞല്ലേ മഞ്ഞയൊക്കെ തേഞ്ഞു എന്ന്. മഞ്ഞയല്ല, മജ്ജ. അത് തേയി മുൻപ്. തേഞ്ഞ് കഴിഞ്ഞപ്പോ ഇതുപോലെ മഞ്ഞയുള്ളൂ. വയസ്സാം കാലത്ത് എന്റെ മുണ്ട് നീക്കിടാൻ വേണ്ടിയാ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. അതിന് എന്റെ ആവശ്യം ഒരു നിക്കറടിച്ചിടണം. സഹിക്കാൻ പറ്റുന്നില്ല. എന്തങ്ങത്തെ മുട്ടുവേദന? അല്ല, അതിന്റെ തർക്കുത്തരം. തർക്കുത്തരമല്ല, രോദനം. ഒരു പെണ്ണിന്റെ രോദനം. ഒരു പ്ലച്ചേ ശബ്ദം. അയ്യോ, ഞാൻ വാ കൊണ്ട് ബീജം ഉണ്ടാക്കിയാണ്. നീയായിരുന്നോ? ചാച്ചി, അയ്യോ ആരാതെ? ജലദോഷമാണെന്ന് തോന്നുന്നു. ചന്ദ്രി, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, മറന്നുപോയി. എന്താ അത്? നിലവറ വൃത്തിയാക്കുന്ന കാര്യം. നിലവറ വൃത്തിയാക്കിയോ? അവിടെ കയറി ചെല്ലണേ ഉള്ള യക്ഷി മാടനും ഒക്കെ പെറ്റി കിടക്കണ്. പെറ്റി കിടക്കാൻ അതെന്താ SAT ഹോസ്പിറ്റലാണോ? അങ്ങത്തെ ഞാൻ ഒരിക്കൽ കയറി ചെന്നപ്പോഴേ യക്ഷിയുടെ ചെറുകടി ശബ്ദം. ചെറുകടി ശബ്ദമാണെങ്കിൽ യക്ഷിയുടെ അല്ല, അത് പക്ഷിയുടെയാണ്. യക്ഷിയും പക്ഷിയാണെങ്കിൽ എനിക്കിനി ഒക്കൂല. തന്ത്രി, നീ പറഞ്ഞ തിരുമേനി ഇന്നല്ലേ തളയ്ക്കാൻ വേണ്ടി വരാന്ന് പറഞ്ഞത്? അദ്ദേഹം വന്ന് യക്ഷിയെ തളയ്ക്കും. നിനക്ക് നല്ല പേടിയുണ്ടല്ലേ? നിനക്ക് ഞാൻ അല്പം ഭസ്മം ജപിച്ചിടാം. എന്നുള്ളത് എന്നെ നടക്കട്ട്. മിണ്ടാതെ ഉരിയാടാതെ ദേവിയേ. നിനക്ക് ഒരു സ്പ്രേ ഉണ്ട്. പണക്കാര മണം. മണം എനിക്ക് ഇഷ്ടമാണ്. മണത്ത് നടന്നാ മതി, നാറ്റം വേണ്ട. തലങ്ങും വിലങ്ങും അടിച്ചോ. അങ്ങത്തെ ഞാൻ പോവാണ് ചേട്ടാ. ചന്ദ്രി പോയിട്ടില്ല. ഇതെങ്ങനെ മനസ്സിലാക്കണം അങ്ങത്തെ? അകക്കണ്ണ്. ഈ അകക്കണ്ണ് എവിടെ ഇരിക്കണോ? എന്നാലും ഞാൻ കണ്ടുപിടിക്കും. നോക്കോ. വണ്ടി ഡ്രൈവ് അടിച്ചോണ്ട് നടക്കുകയാണ്. എന്റെ കണ്ണിനേ ഉള്ളു കുഴപ്പം, മൂക്കിനൊരു കുഴപ്പമില്ല. ചന്ദ്രി പോയിട്ടില്ല.
നിനക്ക് നല്ല ഭയമുണ്ട്. ഞാൻ ഒന്നുകൂടി ഭസ്മം ജപിച്ചിടട്ടെ. അയ്യോ, തിരുമേനി, അന്നത്തെ തിരുമേനി, തിരുമേനി. തിരുമേനിയായിരുന്നോ? ക്ഷമിക്കുക, അറിയാതെ പറ്റിപ്പോയതാ. എന്തായാലും വന്ന് എത്തിയല്ലോ. പുത്തങ്കാമമ്മ കാത്തു. ചന്ദ്രി, തിരുമേനിക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കൂ. ഒരു ഗ്ലാസ് ചായ എടുക്കട്ടാ? വേണ്ട, തിളച്ചിട്ട് മതി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.